അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ തീവ്രത വളരെ രൂക്ഷമായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ പെന്റഗണിന്റെ പ്രാഥമിക നാശനഷ്ട കണക്കുകളെക്കാൾ വളരെ വലുതാണ് യഥാർത്ഥ കണക്കെന്നാണ് വാൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ നാവികസേന ആസ്ഥാനം ഉൾപ്പെടെ 20ഓളം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇതേ തുടർന്ന് ഇറാന്റെ റഡാർ പരിധിക്ക് പുറത്തേക്ക് സൈനിക താവളങ്ങൾ മാറ്റുന്നതിനെക്കുറിച്ച് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ആലോചിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഫെബ്രുവരി മുതൽ ബഹ്റൈനിലെ നേവൽ സപ്പോർട്ട് ആസ്ഥാനത്തിനു നേരെ ഉണ്ടായ ആക്രമണങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. താവളത്തിന്റെ കമാൻഡ് ആസ്ഥാനം, 12ഓളം കെട്ടിടങ്ങൾ, 2 സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെർമിനലുകൾ എന്നിവ തകർന്നുപോയി. ഗൾഫ് താവളങ്ങളുടെ സുരക്ഷാ ഭീഷണി മുൻപ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും ട്രംപ് ഭരണകൂടത്തിന് മാറ്റങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. സൈനിക താവളങ്ങളുടെ പുനർനിർമ്മാണത്തിന് കോടിക്കണക്കിന് ഡോളർ വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ബഹ്റൈനിലെ താവളം പുനർനിർമ്മിക്കാൻ ഏകദേശം $400 മില്യൺ ചെലവ് വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. യുദ്ധത്തിനായി ഇതുവരെ ചെലവായ $29 ബില്യൺ സൈനിക താവളങ്ങൾക്കുണ്ടായ ഈ നാശനഷ്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പെന്റഗൺ വ്യക്തമാക്കുന്നുമുണ്ട്. ഭാവിയിൽ ഇസ്രയേലിനെ ഒരു സൈനിക താവളമായി ഉപയോഗിക്കുന്ന കാര്യവും അമേരിക്കയുടെ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നത് മറ്റൊരു പ്രധാന കാര്യം. കൂടാതെ പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററുകൾ ഭൂമിക്കടിയിലേക്ക് മാറ്റാനും സൈനിക ക്യാമ്പുകൾ ഒരിടത്ത് കേന്ദ്രീകരിക്കാതെ പലയിടത്തായി വിന്യസിക്കാനും പദ്ധതിയിലുണ്ട് എന്നും പറയപ്പെടുന്നു. മേഖലയിൽ സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ അമേരിക്ക ആക്രമണങ്ങൾ തുടർന്നാൽ നിലവിൽ നടക്കുന്ന സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ കണക്കുകളൊക്കെയും തന്നെ പുറത്തുവരുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് $88 ബില്യൺ അധിക ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് US കോൺഗ്രസിനെ സമീപിച്ചതും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. ഇറാൻ യുദ്ധത്തിന്റെ ചെലവുകൾ നേരിടുന്നതിനായിരുന്നു പ്രധാനമായും ഈ വലിയ തുക അന്ന് ആവശ്യപ്പെട്ടത്. യുദ്ധത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾക്കിടയിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നീക്കവും എത്തിയത്. ആവശ്യപ്പെട്ട പാക്കേജിൽ പ്രതിരോധ വകുപ്പായ പെന്റഗണിനാണ് പ്രധാന ഭാഗവും വകയിരുത്തുന്നത്. ഇതിൽ $21 ബില്യൺ ആയുധങ്ങൾക്കും മറ്റ് സൈനിക സജ്ജീകരണങ്ങൾക്കും, $17.3 ബില്യൺ സൈനിക പ്രവർത്തന ചെലവുകൾക്കും, $12.1 ബില്യൺ രഹസ്യ പദ്ധതികൾക്കുമായാണ് വിനിയോഗിക്കുക. ഇതിനു പുറമെ ഊർജ ആണവ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഊർജ വകുപ്പിന് $768 മില്യൺ, ഇറാന്റെ അയൽ രാജ്യങ്ങളിലെ അമേരിക്കൻ എംബസികളുടെ സുരക്ഷയ്ക്കും നിർമ്മാണത്തിനുമായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് $300 മില്യൺ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈറ്റ് ഹൌസ് ബഡ്ജറ്റ് ഡയറക്ടറാണ് ജനപ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസന് ഈ അടിയന്തര ആവശ്യം ഉന്നയിച്ച് കത്ത് നൽകിയത്. സൈനിക ചെലവുകൾക്ക് പുറമെ അമേരിക്കൻ കർഷകർക്കുള്ള സാമ്പത്തിക സഹായം, മധ്യ ആഫ്രിക്കയിലെ എബോള പ്രതിരോധ പ്രവർത്തനങ്ങൾ, രാജ്യത്തെ മറ്റ് ആഭ്യന്തര അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ എന്നിവയ്ക്കുള്ള ഫണ്ടും ഈ പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട്. US കോൺഗ്രസിന്റെ വ്യക്തമായ അനുമതിയില്ലാതെ ഇറാനുമായുള്ള സൈനിക നടപടികളും ശത്രുതയും ട്രംപ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധി സഭ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രമേയം പാസാക്കുകയും ചെയ്തു. ഇതിനു തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ ഫണ്ട് അഭ്യർത്ഥനയും വന്നത്. മാസങ്ങളായി തുടരുന്ന യുദ്ധം ആഗോള ഊർജ വിപണിയെ സാരമായി ബാധിക്കുകയും ഇന്ധന വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. ഇത് ട്രംപിന്റെ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ വലിയ ഭിന്നതകൾ സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് പുതിയ മാറ്റങ്ങളും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.